2019 ഫെബ്രുവരി 17 അത്യുത്തര കേരളത്തിന്റെ ധമനികളിൽ നിന്ന് ചോര ചീന്തിയ ദിനം. പെരിയ എന്ന പേരിൽ ചുടുനിണമൊഴുകി. പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു കൃപേഷും ശരത്തും. ബൈക്കിന് പിന്നാലെ പാഞ്ഞെത്തിയ ജീപ്പിൽ ചോര പുരണ്ടൊരു രാഷ്ട്രീയ കളിയാട്ടം കരുതിയിരിപ്പുണ്ടായിരുന്നില്ല. കല്യോട്ടക്കുട്ടികളെ ജീപ്പിലെത്തി ഇടിച്ചു, കമ്പി കൊണ്ടടിച്ചു. ശരത്തിനെ നടുറോഡിലിട്ട് വെട്ടിക്കൊന്നു. ചോരയൊലിപ്പിച്ച് പ്രാണം പിടഞ്ഞു പാഞ്ഞ കൃപേഷിന് പിന്നാലെ കൂടി വീട്ടിലേക്കുള്ള വഴിയിലിട്ട് ചോരയുടെ നിറം ചാർത്തി. കൃപേഷിന് 21 വയസ്സും ശരത്ലാലിന് 24 വയസ്സുമായിരുന്നു പ്രായം. കുടുംബത്തിന് താങ്ങും തണലുമാകേണ്ടിയിരുന്ന മക്കൾ, സഹോദരങ്ങൾ, അവരായിരുന്നു ശരത്ലാലും കൃപേഷും. അന്ന് കരഞ്ഞു തുടങ്ങിയതാണ് ഉറ്റവർ. ഈ ലോകത്തിൽ വെച്ചിട്ട് അവസാനമായിട്ട് എന്നോടല്ലേ നീ അമ്മാണ് വിളിച്ചിട്ട് പറഞ്ഞു. അവർക്ക് എല്ലാം ഇഷ്ടം വാങ്ങിച്ചു കൊടുത്തവരെ എന്റെ നെഞ്ചിനെ വെച്ചിട്ടുള്ള നീ പറഞ്ഞത്. ഞാൻ കാത്തിരുന്നതല്ലേ ഇതൊക്കെ. ഇന്നും ആ കണ്ണീർ തോർന്നിട്ടില്ല. 5 വർഷത്തിലധികം വേണ്ടി വന്നു വിചാരണയ്ക്കും അന്വേഷണത്തിനും. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പരിപൂർണമായ തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ, പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. സമൂഹത്തിൻ്റെ റോൾ മോഡലായി പ്രവർത്തിക്കേണ്ട 4 നേതാക്കന്മാർ അധികാരത്തിൻ്റെ ധാർഷ്ട്യം, ധിക്കാരം, ഹുങ്കുപയോഗിച്ച്, ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്ന് പ്രതികളെ മോചിപ്പിച്ച് അവരുടെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. അപ്പം നശിപ്പിച്ചത് വളരെ ഗുരുതരമായ കുറ്റമാണ്. അവരുടെ ശിക്ഷ കുറഞ്ഞുപോയി 5 കൊല്ലക്കാലം. 12 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അവർ ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷ കൂട്ടാനായി ഞങ്ങൾ എൻഹാൻസ്മെൻ്റ് അപ്പീൽ കൊടുക്കും. ഈ 4 പേരുടെ ശിക്ഷ കുറഞ്ഞുപോയി. ഇവർക്ക് 5 വർഷം പോരാ, ഇവർക്ക് 12 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ചെയ്ത്. പെരിയയിലെ ഇരട്ടക്കൊലപാതകം സമൂഹത്തിനു മുന്നിൽ ചോദ്യമായി ഉയർന്നു. രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ 2 പേരുടെ ജീവനെടുക്കണോ എന്ന് കഠാര കയ്യിൽ പിടിച്ചിറങ്ങിയവരോട് കേരളം ചോദിച്ചു. അന്വേഷണങ്ങൾ പ്രഹസനമായി. മരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് മാത്രം മിച്ചം. CPM കൊടിപിടിച്ച അക്രമിക്കൂട്ടം ആദ്യം സംരക്ഷിക്കപ്പെട്ടു. CPM പാർട്ടി ഓഫീസുകൾ എറിഞ്ഞുടയ്ക്കപ്പെട്ടു. വെറും 14 പേരെ പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രമൊരുക്കി. വിഗ്രഹങ്ങൾ ഉടയാതിരിക്കാൻ സർക്കാർ CBI അന്വേഷണത്തെ എതിർത്തു. സുപ്രീംകോടതി വരെ കേസ് പറഞ്ഞു. ഒടുവിൽ CBI അന്വേഷണമെന്ന കടമ്പയിലേക്ക്. ഇതിനിടെ കാസർഗോഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതി. CPMന്റെ ഉറച്ച കോട്ടയിൽ അക്രമരാഷ്ട്രീയത്തിന് എതിരായ വിധി.
വരാനിരിക്കുന്ന കോടതി വിധിക്ക് മുന്നോടിയായുള്ള ജനകീയ വിധി. ഇതിനിടെ ശരത്ലാലിന്റെ സഹോദരിയുടെ വിവാഹം, വീട്, എല്ലാത്തിനും അറിയാത്ത സഹോദരന്മാർ മുൻപന്തിയിൽ നിന്ന് നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കേരളത്തിലുള്ളത്. അതിന് ഏറ്റ തിരിച്ചടിയാണ് ഈ വിധി. ഈ വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് അവർ കൊലപാതകികളാണെന്ന്. ആ കൊലപാതകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച തുക തിരിച്ചടക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കുടുംബവും ആലോചിച്ചിട്ട് ഭാവിക്കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കും. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായം CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. കൊല്ലപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും, എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും. CBI അന്വേഷണത്തിൽ പെരിയയിലെ പ്രതിപ്പട്ടിക പെരുകി 14 പേരിൽ നിന്ന് 24 കൊടിയടയാളം കേസിൽ ആഴത്തിൽ വേരൂന്നിയതെന്ന് കോടതി തിരിച്ചറിഞ്ഞു. CPM ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി അംഗം വരെ പ്രതികളുടെ നിരയിൽ. ഉദുമ MLA ആയിരുന്ന KV കുഞ്ഞിരാമൻ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ള ജനപ്രതിനിധികൾ. ഇനി എന്ത് തെളിവാണ് രാഷ്ട്രീയ കൊലയിൽ വേണ്ടതെന്ന് കേരളം ചോദിച്ചു. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ പ്രഹരമാണ് ഇന്നത്തെ ഈ കോടതി വിധി. ഈ കോടതി വിധി ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ആ മരണമൊഴിയിൽ പറയുന്ന പേരുകൾക്ക് പോലും വേണ്ടത്ര ശിക്ഷ ലഭിച്ചിട്ടില്ല എന്നുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തുടർ നിയമ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം അവർക്ക് നീതി ലഭിച്ചു എന്ന ബോധ്യം ലഭിക്കുന്നത് വരെ ഞങ്ങൾ ആ നിയമ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. CBI കോടതി വിധി പറഞ്ഞു. 24 പേരിൽ 14 പേർ കുറ്റക്കാർ. CBI അധികമായി ചേർത്ത 4 പേരും ശിക്ഷയ്ക്ക് അർഹർ. 10 പേരെ വെറുതെ വിട്ടു. ഇനി ശിക്ഷയാണ്. കൊച്ചിയിലെ CBI പ്രത്യേക കോടതിയിൽ പെരിയയിൽ നിന്ന് നേരത്തെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കൾ എത്തിയിരുന്നു. ജയിലുകളിൽ നിന്ന് പ്രതികളും. പെരിയയിലെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരം പതിവിലും കൂടുതൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞു. കേരളം വിധി കാത്തിരുന്നു. മകന്റെ ശവകുടീരത്തിൽ കെട്ടിപ്പിടിച്ച് കൃപേഷിന്റെ അമ്മ ബാലാമണി നിലവിളിച്ചു. കോടതിക്ക് പുറത്ത് ശരത്തിന്റെ ബന്ധുക്കളുടെ കൂട്ടക്കരച്ചിൽ. പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ ഉൾപ്പെടെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. 10-ാം പ്രതിക്കും 15-ാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം. കൊലക്കുറ്റവും ഗൂഢാലോചനയും അടക്കമുള്ള വകുപ്പുകൾ.
CPM-നെ പ്രതിരോധത്തിലാക്കി കൊലപാതകളെ സഹായിച്ച കുറ്റത്തിന് KV കുഞ്ഞിരാമന് 5 വർഷം തടവ്. അതിവൈകാരികമായാണ് ശരത്തിന്റെയും കൃപേഷിന്റെയും കുടുംബം വിധി കേട്ടത്. സഹോദരൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട സഹോദരിക്ക് ഈ വിധി നീതിയേയല്ല. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. 6 വർഷത്തെ പ്രാണനാണ് അവർക്ക് ഈ കേസ്. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവരിത് ആവർത്തിക്കും. കൃപേഷിന്റെ അമ്മ വാക്കുകളില്ലാതെ ഇടറി. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഒന്നും പറയാനും കഴിയുന്നില്ല. സന്തോഷവും സങ്കടവും. 6 വർഷമായി കാത്തു നിൽക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട്. തൃപ്തരാണോ വെച്ചാല് അതെ. മകനായി കോടതിയിൽ കണ്ണുനട്ട് കാത്തിരുന്ന കൃപേഷിന്റെ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. 14 പ്രതികൾക്കും വധശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായത്. അപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. അതുകൊണ്ട് ജീവബന്ധനം വന്ന് ഇരട്ട ജീവബന്ധനം കിട്ടിയെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. ഇത് ജീവബന്ധനം വെച്ചാൽ ഈ പ്രതികളൊക്കെ കിട്ടുന്നതാണ്. ഇവരൊക്കെ വധശിക്ഷ തന്നെ കൊടുക്കാമെന്നാണ് ഞങ്ങൾ കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത്. അത് കിട്ടിയില്ല. ഈ ജീവബന്ധനം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇരട്ട ജീവബന്ധനം അത് വെച്ചാൽ കുറച്ച് കൂടിയതാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പരമാവധി ശിക്ഷ വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ ഇതിക്ക് സന്തോഷമാണ്. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കും വരെ പോരാട്ടം അവസാനിക്കുന്നേയില്ല. 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം എന്ന് വെച്ചാൽ അത് പരമാവധി ഒരുവിധം ഒരു കുറ്റം ചെയ്തതിനതൊക്കെ ശിക്ഷയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തൂക്കുകയർ വരെ പോവാമെങ്കിലും കിട്ടിയതിലത്തേക്ക് ഞങ്ങൾ ഒരു പരിധിവരെ തൃപ്തരാണ്. എങ്കിലും ആശങ്ക എന്ന് വെച്ചാൽ 10 പേരെ വെറുതെ വിട്ട് 10 പേരെ ഈ കുറ്റത്തിൽ പങ്കാളികളായ 10 പേർ പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. കാരണം അവർ രക്ഷപ്പെട്ടു. അവർക്ക് ഇനി എന്തും ചെയ്യാം. അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. CK നിന്നായാലും അതുപോലെ സർക്കാരും. അപ്പോൾ അതിൽ നിന്ന് ഇനി എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും, എത്ര ത്യാഗം സഹിച്ചാലും, എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കലിലാക്കും വരെ പൊരുതും. അതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും. അതിന് എല്ലാ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും, കോൺഗ്രസ് പ്രസ്ഥാനം, UDFൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും എല്ലാം സന്മനസ്സുള്ള ഒരു വലിയൊരു സമൂഹം കേരളത്തിൽ നമ്മൾ പിന്നീട് ഉറപ്പുണ്ട്. ആ ഒരു ആത്മധൈര്യത്തോടും ആ ഒരു ചങ്കുറപ്പോടെ ഞങ്ങൾ ഇനിയും മുമ്പോട്ട് പോകും. CBI അഭിഭാഷകർ വിധിയെ സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല വിധി തന്നെയാണ് കിട്ടിയത്. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ 1 ലക്ഷം രൂപ വീതം 2 സെക്ഷൻ 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. അപ്പോൾ 1 മുതൽ 10 വരെ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട്. പിന്നെ ബാക്കി ഇതിനകത്ത് ഈ ജീവപര്യന്തം ആയതുകൊണ്ട് ഇതിനകത്ത് പോകും. പിന്നെ ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. ഈ പൈസ ഈ ഓരോരുത്തരും അടയ്ക്കേണ്ടി വരും. ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്ടിംസിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനാണ്, കോമ്പൻസേഷനായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളീയ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ്. അതിൽ എൻ്റേതായിട്ടുള്ളൊരു റോള് വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്.
അപ്പീലിന് പോകാനാണ് പ്രതിഭാഗം ആലോചിക്കുന്നത്. ഈ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ പെട്ടെന്ന് തന്നെ അപ്പീൽ സമർപ്പിക്കും. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10ഉം 15ഉം പ്രതികൾക്കും ഒരേ ശിക്ഷയാണോ അതോ വ്യത്യാസമുണ്ടോ? അല്ല, വ്യത്യസ്തമായിട്ടും ഉണ്ട്. പക്ഷേ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഇല്ലേ നിക്കോളസ് അഡ്വക്കേറ്റ് അവർക്കും കൂടി പറഞ്ഞിട്ടുണ്ട്. ലൈഫ് 5 വർഷം ആണ് കൊടുത്തിട്ടുള്ളത്. അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ്. വൈകാതെ നടപടിയിലേക്ക് പോകും. കുടുംബത്തിനൊപ്പമുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സഹപ്രവർത്തകർ. പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, KV കുഞ്ഞിരാമനെ പോലെയുള്ള CPM-ന്റെ സമുന്നതനായ ഒരു നേതാവും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ഉൾപ്പെടെ പ്രതിയാക്കപ്പെട്ട ഒരു കേസ് ഇതുപോലെ ഒരു ലാഘവമായി, ഇതുപോലെ ഒരു കുറഞ്ഞ ശിക്ഷയിൽ ഒരിക്കലും അവസാനിക്കേണ്ട ഒന്നല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിൽ ഇത്ര ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളും നടന്നിട്ടില്ല. ചെറുപ്പക്കാരെ വീണ്ടും കൊല ചെയ്യുന്നതിനുള്ള അവസരങ്ങളായി പാർട്ടി സംരക്ഷണം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഈ നിയമ പോരാട്ടങ്ങൾ ഒരിക്കലും മാറാനും പാടില്ല. ഇതിന് ആസൂത്രണം ചെയ്ത് KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്ക് ചെറിയ ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രോസിക്യൂട്ടറും അതുപോലെ പാർട്ടി നേതൃത്വവും അഭിഭാഷകരുമായി, മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള അപ്പീൽ പോകാൻ വേണ്ടിയിട്ടുള്ള നടപടികളും മറ്റും സ്വീകരിക്കും. വിധിയിലെ പ്രതികരണങ്ങൾക്ക് അതിവൈകാരിക നിറം. ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ മഴു കൊണ്ട് ഒറ്റ വെട്ടിന് അവൻ്റെ തലയും തലയോട്ടിയും തലച്ചോറും പിളർന്നു പോകുന്ന ഒരു കേസിനെ ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണുവാൻ കഴിയാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇരട്ട ജീവപര്യന്തം എന്നത് ഒരുപക്ഷെ മറ്റൊരു നീതിയായിരിക്കാം. ഒറ്റയടിക്ക് മരിക്കാൻ പാടില്ല. ഈ ചെയ്ത ക്രൂരത അത്രയും ആലോചിച്ച് ഓർത്തെടുത്ത് ഓരോ ദിവസവും നരകിച്ച് അനുഭവിച്ച് ആ കുടുംബം കൊല്ലപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ ദിവസവും കരയുന്ന കണ്ണുമായി ഇരിക്കുന്ന അമ്മയും പെങ്ങന്മാരും ആ അച്ഛന്മാരും അവരനുഭവിക്കുന്ന വേദന, ആ വേദനയുടെ ഒരു അംശം പോലും ആകുന്നില്ല. ഇവർ ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന നരകയാതന അങ്ങനെ അനുഭവിച്ച് മരിക്കട്ടെ എന്നുള്ളത് മറ്റൊരു നീതിയായിരിക്കാം. ഇതിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊലവാൾ താഴെ വയ്ക്കാൻ എന്നാണ് ഈ പാർട്ടി തയ്യാറാവുക? ഇത്രയും നേതാക്കന്മാർക്ക് ശിക്ഷ കിട്ടിയിട്ടും അതിനെ തള്ളി ഇനി ഞങ്ങൾ ആ തരത്തിൽ നീങ്ങുന്നില്ല എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട പാർട്ടി, ഒരു ഇടതുപക്ഷ പാർട്ടി തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശിക്ഷ പ്രഖ്യാപിച്ചപ്പോഴും CPM നേതാക്കന്മാർ ന്യായീകരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. കാലാകാലം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാചകം അത് മാത്രമായിരിക്കും. പ്രതിപ്പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാൻ അപ്പീലിനൊരുങ്ങുന്നുണ്ട് CPM. CBIയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഗൂഢാലോചന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നല്ല, അത് അസന്നിഗ്ധമായിട്ടല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു. 5 കൊല്ലം ശിക്ഷിച്ച കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ചാർജ് പോലീസിൻ്റെ അന്വേഷണത്തിൽ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പോലീസ് അന്വേഷണത്തിന് സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തടസ്സപ്പെടുത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വിധി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള വിധി വന്നത്. തീർച്ചയായും അത് സംബന്ധിച്ചെല്ലാമുള്ള വിധി ന്യായങ്ങളെല്ലാം പരിശോധിച്ച് ഇത് അവസാനത്തെ വാക്കല്ലല്ലോ, തീർച്ചയായും മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIM-നെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും. പെരിയയിൽ പെരിയ പാഠം പഠിക്കണം CPM. കൊല്ലാൻ കാരിരുമ്പെടുക്കുന്നവന്റെ കയ്യിൽ കൊടിയാകരുത് അടയാളം. രാഷ്ട്രീയ വൈരത്തിന് കൊലയല്ല മറുപടി. രക്തസാക്ഷികൾ അമരന്മാർ, അത് മറക്കരുത്. രക്തസാക്ഷികളെ